എനിക്ക് അല്ലെങ്കിൽ എൻ്റെ അടുത്ത തലമുറയ്ക്കോ അതിൻ്റെ അടുത്ത തലമുറയ്ക്കോ മറ്റേത് രാജ്യത്തെയും മനുഷ്യർക്ക് യാത്ര ചെയ്യുന്ന അതേ സ്പീഡിൽ യാത്ര ചെയ്യാൻ അവകാശമുണ്ടെന്ന് എനിക്കറിയാം. ഒരു ചൈനക്കാരന് മണിക്കൂറിൽ 400 കിലോമീറ്റർ സ്പീഡിൽ യാത്ര ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ട്, അവനത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ മക്കൾക്കും അത് വേണം. ഇന്ത്യക്കാരനായിരുന്നു വിമാനം കണ്ടുപിടിച്ചതെങ്കിൽ അതിന് 200 കിലോമീറ്റർ സ്പീഡ് മതിയെന്ന് നിങ്ങൾ തീരുമാനിക്കുമായിരുന്നോ? ബോയിങ് വിമാനത്തിന് 800-900 കിലോമീറ്റർ സ്പീഡിൽ പറക്കുമ്പോൾ അതിൽ നിങ്ങൾ യാത്ര ചെയ്യുന്നില്ലേ? അപ്പോൾ വിമാനത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് എത്ര സ്പീഡായാലും കുഴപ്പമില്ല. മറ്റ് ഗതാഗത സംവിധാനത്തിന് വേണ്ടാന്ന് തീരുമാനിച്ചത് ഏത് വിദഗ്ധനാണെന്ന് എനിക്കറിഞ്ഞാൽ കൊള്ളാം. അടുത്ത വരുന്ന തലമുറകൾക്ക് 100 കിലോമീറ്റർ മതി സ്പീഡ് എന്ന് തീരുമാനിച്ച ആ ദീർഘദർശി ആരാണ്? പേര് പറയും. അതോ ഏതോ ഒരു മരമണ്ടൻ ഇരുന്ന് അയാളുടെ പറമ്പിൽ പോകാനും അയാളുടെ പാടത്ത് പോയി ഇറക്കാനും അല്ലെങ്കിൽ അയാളുടെ ആ പഞ്ചായത്തിൽ തന്നെയുള്ള പള്ളിക്കൂടത്തിൽ പഠിപ്പിക്കാൻ പോകുന്ന ആൾക്ക് ഇനി ട്രെയിനിലും കയറിയില്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ള തിരിച്ചറിവിൽ നിന്ന് അയാൾ എടുത്തതാണോ അതിന് വരാനിരിക്കുന്ന തലമുറകളൊന്നും സ്പീഡിൽ യാത്ര ചെയ്യേണ്ടതെന്ന്? ഈ അതിനെ എതിർക്കുന്നവരുടെ ഒരു ഏജ് ഗ്രൂപ്പ് ശ്രദ്ധിച്ചാൽ തന്നെ അറിയാം. ഒരു 50+ അല്ലെങ്കിൽ 60+ ആയ ആളുകളാണ് ഈ പ്രോജക്റ്റിനെ ഏറ്റവും അധികം എതിർത്തത്. എന്നാൽ ഏറ്റവും അധികം സപ്പോർട്ട് കിട്ടുന്നത് യങ്സ്റ്റേഴ്സിനാണ്. ബിക്കോസ് ദേ ഫ്യൂച്ചറിസ്റ്റിക് ആണ് പ്രോജക്റ്റ് എന്നുള്ളത്. ഇപ്പം നിങ്ങൾക്ക് കൊച്ചിയിലെ ഇന്ത്യൻ എക്സ്പ്രസ്സിലാണ് ജോലി, നാളെ നിങ്ങളെ കോഴിക്കോട് ഇന്ത്യൻ എക്സ്പ്രസ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു എന്നിരിക്കട്ടെ. നിങ്ങളിവിടെ വീടും പണിതു, നിങ്ങളുടെ കുട്ടികളെ ഇവിടെ സ്കൂളിലും ചേർത്തു, ഭർത്താവിന് ഇവിടെ തന്നെ ആണ് ജോലി. നിങ്ങൾക്ക് രാവിലെ ട്രെയിനിൽ കയറി 1.5 മണിക്കൂർ കൊണ്ട് അല്ലെങ്കിൽ 1 മണിക്കൂർ കൊണ്ട് കോഴിക്കോട് പോയി ജോലി ചെയ്യാമെന്നും വൈകിട്ട് 1 മണിക്കൂർ കൊണ്ട് തിരിച്ചു വരാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുണ്ടാകുന്ന ലാഭം ഈ വീടെല്ലാം വിറ്റ് വേറെ വീടും വെച്ച് കുട്ടികളുടെ ട്രാൻസ്ഫറും മേടിച്ച് ഇതൊക്കെ അനുഭവിക്കുകയും ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഇടപെടുകയും ചെയ്യുന്നവർക്ക് ഇതിൻ്റെ ആവശ്യം മനസ്സിലാവുള്ളൂ. അല്ലാതെ സ്വന്തം വീടിൻ്റെ മുമ്പിൽ ഒരു പലചരക്കട ഇട്ടിരിക്കുന്നയാൾക്ക് ഇതിൻ്റെ ആവശ്യം വരില്ല. അല്ലെങ്കിൽ സ്വന്തം പഞ്ചായത്തിലെ പള്ളിക്കൂടത്തിൽ ജോലി കിട്ടിയ ഒരാൾക്ക് ഇനി എങ്ങോട്ടും പോകണ്ടെന്നുള്ളൊരു ആത്മവിശ്വാസത്തിലാണ് ഈ വർത്തമാനം പറയുന്നത്. എൻ്റെ മക്കൾ നാളെ അങ്ങനെ ആവുമെന്ന് കരുതരുത്. ഇതാവശ്യമുള്ള ഗതാഗതം മനുഷ്യന് ആവശ്യമാണെന്നും അതിവേഗത്തിലെത്തേണ്ട മനുഷ്യൻ്റെ ആവശ്യമാണെന്നും തിരിച്ചറിയുന്ന തലമുറയാണ് അടുത്തത്. ഇതൊന്നും അറിയാത്ത രാജ്യങ്ങളാണോ ചൈന? അവിടെ എന്തിനാ 450 കിലോമീറ്റർ പോരാ, ഇപ്പോൾ 600 കിലോമീറ്റർ ആക്കാൻ വേണ്ടി അവർ മത്സരിച്ചുകൊണ്ടിരിക്കുക. ട്രെയിനിൻ്റെ സ്പീഡ് 450 ഇപ്പോഴത്തെ സ്പീഡ്. ചൈനയായിട്ടാണ് നമ്മൾ മത്സരിക്കുന്നതെന്ന് കൂടെ ഓർക്കണം. നമ്മളുടെ വീരസിംഹം പറയുന്നതെല്ലാം ചൈനയായിട്ട് നമ്മൾ മത്സരിക്കുന്നതാണല്ലോ. ചൈനയെ നമ്മളിപ്പോൾ ഉടനെ പുറകിലാക്കുന്ന അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞാൻ സിൽവർ ലൈനിനോ ഗോൾഡൻ ലൈനിനോ ഒന്നുമല്ല ഞാൻ അനുകൂലിക്കുകയോ എതിർക്കുകയോ ചെയ്യുന്നത്. എനിക്ക് വേണ്ടത് സ്പീഡ് വേണം, നല്ല കംഫർട്ടബിളായ ട്രാവൽ വേണം, സുരക്ഷിതമായ ട്രാവൽ വേണം, സ്പീഡിൽ എനിക്ക് എത്തണം, എത്തിയേ പറ്റൂ. എനിക്ക് നല്ല ഇനി വരിക്കുന്ന എല്ലാ തലമുറയ്ക്കും വേണം. നിങ്ങൾക്ക് ആർക്കെങ്കിലും അതിനകത്ത് അഭിപ്രായം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. 1 മണിക്കൂർ കൊണ്ട് എനിക്ക് തിരുവനന്തപുരത്ത് എത്താൻ പറ്റണം, 1 മണിക്കൂർ കൊണ്ട് കൊച്ചിയിൽ നിന്ന് എനിക്ക് കോഴിക്കോട് എത്താൻ പറ്റണം, 1.5 മണിക്കൂർ കൊണ്ട് എനിക്ക് കണ്ണൂർ എത്താൻ പറ്റണം. അതാണ് ഇന്ന് ലോകത്തിൻ്റെ സ്പീഡ്. അതാണ് ഇന്ന് ലോകത്ത് എല്ലായിടത്തും ഞാൻ യാത്ര ചെയ്യുമ്പോൾ ഉള്ള ഹൈസ്പീഡ് ട്രെയിനിൻ്റെ സ്പീഡ്. അതാണ് ചൈനയിലതാണ്, യൂറോപ്പിലതാണ്, ജപ്പാനിലതാണ്. നമുക്ക് മാത്രം ഇത് വേണ്ടേ? അല്ല, പുതിയ പ്രപ്പോസൽസ് അല്ല, പല കാര്യങ്ങളും അതിനകത്ത് ഡെവലപ്പ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലെ ഈ സ്പോർട്സിലാണെങ്കിൽ എല്ലാ ഗ്രാമങ്ങളിലുമുള്ള സ്പോർട്സ് സെൻറ്ററുകൾ, ഇപ്പോൾ വില്ലേജ് സ്റ്റേഡിയങ്ങൾ, ഗ്രൗണ്ടുകൾ, അതിനിപ്പോൾ ഏതാണ്ട് 150 ഗ്രൗണ്ടുകൾ ഇപ്പോൾ തന്നെ മുഖ്യമന്ത്രി ഇനാഗുറേറ്റ് ചെയ്ത് കഴിഞ്ഞു. എല്ലാ പഞ്ചായത്തിനോടനുബന്ധിച്ച് ഫിറ്റ്നസ് സെൻറ്ററുകൾ, അതായത് പബ്ലിക് ജിമ്മുകൾ എല്ലാ പഞ്ചായത്തിലും ഉണ്ടാകണം. അതായത് ഈ സ്പോർട്സ് എന്ന് പറഞ്ഞാൽ കായിക താരങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളൊരു വകുപ്പാണെന്നാണ് നമ്മുടെ ധാരണ ഇരിക്കുന്നത്. അതായത് കായിക മേഖല പ്രവർത്തിക്കുന്നവർക്ക് മാത്രമാണല്ലോ സ്പോർട്സ് കൊണ്ട് സത്യത്തിൽ പ്രയോജനമുള്ളത്. ഇപ്പോൾ ഒരു ടീമിനെ നമ്മൾ ട്രെയിൻ ചെയ്യുന്നു, അവർക്ക് ഹോസ്റ്റലുകൾ പണിയുന്നു, അവരുടെ പരിശീലകരെ നിയമിക്കുന്നു, മെഡൽ കൊണ്ടുവരുമ്പോൾ അവരെ സ്വീകരിക്കുന്നു. ഇതൊക്കെയാണ് സ്പോർട്സ് വകുപ്പിൻ്റെ ജോലി എന്നുള്ളതാണ് പൊതുവെ. ഇതല്ല നമ്മൾ ഉദ്ദേശിക്കുന്ന ഫിറ്റ്നസ് ഫോർ എവരി വൺ. അതായത് നമുക്ക് എല്ലാവർക്കും നമ്മുടെ പഞ്ചായത്തിൻ്റെ ഒരു പൊതുസ്ഥലത്ത് ഒരു ഫിറ്റ്നസ് സെൻറ്റർ ഉണ്ടാവണം, പബ്ലിക് ജിം ഉണ്ടാവണം. നിങ്ങൾ നടന്നിട്ട് രാവിലെ നടക്കാൻ പോയിട്ട് അവിടെ ചെല്ലുമ്പോൾ ഒരു 15 മിനിറ്റ് നേരം നിങ്ങൾക്ക് ഈ പറഞ്ഞ ഉപകരണങ്ങളിൽ എക്സസൈസ് ചെയ്യാൻ പറ്റണം. അത് ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റും. എല്ലാ പഞ്ചായത്തിനും അതിനുള്ള ഫണ്ട് കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ വേറെ ഫണ്ട് കൊടുക്കാനുള്ള ഏജൻസികളെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെ എല്ലാ പഞ്ചായത്തിലും ഫിറ്റ്നസ് സെൻ്ററുകൾ ഉണ്ടാവണം. അപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് കേരളമാണ് ഏറ്റവും കൂടുതൽ ലൈഫ് സ്റ്റൈൽ ഡിസീസ് ഉള്ള ഒരു പ്രദേശം. നമുക്ക് ഈ ഫിറ്റ്നസ് എന്ന് പറയുന്ന ഒരു കൾച്ചറും വന്നിട്ടില്ല ഇപ്പോഴും. വളരെ കുറച്ച് പേരെ രാവിലെയൊക്കെ നടക്കാൻ പോകുന്ന കാണുന്നുള്ളൂ. പക്ഷേ യൂറോപ്പിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ, അവിടെ ഞാൻ യൂറോപ്പിന് ഉദാഹരിക്കുക, മനുഷ്യരെല്ലാം അവരുടെ ഫിറ്റ്നസ്സിലാണ് ഫോക്കസ് ചെയ്യുന്നത്. അത് ചെറുപ്പക്കാരെന്നല്ല, ഒരു 30 വയസ്സ് കഴിഞ്ഞാൽ എല്ലാവരും എന്തെങ്കിലുമൊക്കെ കായികമായ പരിപാടികളിൽ അവർ ഏർപ്പെട്ടിരിക്കും. രാവിലെ എന്തെങ്കിലും നടക്കാൻ പോകും, അല്ലെങ്കിൽ ഓടാൻ പോകും, അല്ലെങ്കിൽ വീക്കെൻഡിൽ തുഴയാൻ പോകും, അല്ലെങ്കിൽ സൈക്ലിംഗ് ആയിരിക്കും, അല്ലെങ്കിൽ മലകയറ്റമായിരിക്കും. ആഴ്ചയിൽ വീക്കെൻഡ്സിലോ അല്ലെങ്കിൽ വർക്കിംഗ് ഡേയ്സിലോ എക്സസൈസോ ഫിസിക്കൽ എക്സർട്ടോ ചെയ്യാത്ത ഒരു മനുഷ്യനെ നമ്മൾ കാണില്ല സാധാരണഗതിയിൽ. എന്തെങ്കിലും വേറെ പ്രശ്നമുള്ളവരേ ഉള്ളൂ. അത് ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്.
നമുക്കങ്ങനെ ഒരു കൾച്ചർ വന്നാൽ ഈ രോഗങ്ങളെ കുറേ നിൽക്കാം. 4500 5000 കോടി രൂപ നമ്മൾ ഈ ഹെൽത്തിന് വേണ്ടി മാത്രം ഇവിടെ വകയിരുത്തുന്നുണ്ട് ബജറ്റിൽ. അതിലെ ഒരു 1000 കോടി ഈ ഫിറ്റ്നസ്സിന് വേണ്ടി മാറ്റിവെച്ചാൽ അവിടെ ഒരു 2000 കോടി കുറയ്ക്കാം. നേരത്തെ പറഞ്ഞതിന്റെ തുടക്കത്തിൽ അതിന്റെ ഒരു കണ്ടിന്യൂഷൻ ചോദിക്കുക. പ്ലാനിംഗ് ബോർഡിൽ ഇരുന്നിട്ട് 2 വർഷമായി. സന്തോഷ് ജോർജ് കുളങ്ങരെ വേണ്ട രീതിയിൽ ഉപയോഗിക്കുന്നതിലെ സംസ്ഥാന ഗവൺമെന്റിന് പറ്റിയില്ല എന്ന് തോന്നുന്നുണ്ട്. എഫക്റ്റീവായിട്ട് അല്ല, എനിക്കറിയില്ല. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, നമ്മളിപ്പം വലിയ പ്രതീക്ഷയൊക്കെ നമ്മൾ പുലർത്തുന്നതിൽ അർത്ഥമില്ലല്ലോ. ഗവൺമെൻറ് സംവിധാനത്തിന് അതിൻ്റേതായ പോരായ്മകളോ അല്ലെങ്കിൽ അതിൻ്റേതായ ഒരു സിസ്റ്റമോ കാണും. ആ സ്പീഡിലൊക്കെ അത് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ ഇപ്പോൾ എന്നെ ഉപയോഗിച്ചില്ല എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ അത്ര വലിയൊരു മുതലൊന്നും അല്ലല്ലോ. എൻ്റെ പരിമിതികളും ഞാൻ അറിയണം. അപ്പോൾ ഞാൻ വെക്കുന്ന ടെക്നോളജി, ഞാൻ മുമ്പോട്ട് വെക്കുന്ന ആശയങ്ങളൊക്കെ എല്ലാം 100% തികഞ്ഞതായിക്കൊള്ളണമെന്നില്ല. അത് അവർക്കും തോന്നണം അത് കൊള്ളാം എന്ന്. അല്ലാതെ ഇപ്പം ഞാൻ പറയുന്നതെല്ലാം അതുപടി അങ്ങ് നടത്തിക്കൊള്ളണമെന്നില്ലല്ലോ. അത് നമുക്ക് എല്ലാ ഭരണ സംവിധാനത്തിനെക്കുറിച്ചും അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഏത് സംവിധാനത്തെക്കുറിച്ചും നമുക്ക് തോന്നുന്ന ഒരു കാര്യം അതല്ലേ. സ്പീഡ് പോരാ, അല്ലെങ്കിൽ നടപ്പാക്കുന്ന ആ ഒരു പേസ് പോരാ എന്ന് നമുക്ക് എല്ലാവർക്കും തോന്നുന്നൊരു കാര്യം. അതെനിക്കും തോന്നാറുണ്ട് എപ്പോഴും. താങ്കൾ ഇതുവരെ പുറത്തു നിന്ന് നോക്കിയാണ് ഗവൺമെന്റ് സിസ്റ്റത്തെ കണ്ടുകൊണ്ടിരുന്നത്. ഇപ്പൊ താങ്കളുടെ സിസ്റ്റത്തിന്റെ ഭാഗമാണ് എന്ന് പൂർണ്ണമായിട്ടും പറയാറായിട്ടില്ല. വളരെ അടുത്ത് നിന്ന് അതിനെ കുറേയൊക്കെ കാണാം, മനസ്സിലാക്കാനും പറ്റുന്നുണ്ട്. അപ്പൊ ഈ 2 വർഷം മുന്നേ ഉണ്ടായിരുന്ന ആ സിസ്റ്റത്തെ പറ്റിയുള്ള പെർസെപ്ഷനിൽ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ? ഈ ഇതിനകത്തെ ഒരു പ്രശ്നം, എനിക്ക് സിസ്റ്റത്തെക്കുറിച്ച് വലിയ ഇത് വന്നിട്ട് അതിനെ ഞാൻ വിലയിരുത്തിയ രീതി ഏതൊക്കെ ശരിയാണെന്ന് എനിക്ക് മനസ്സിലായി ഈ 2 വർഷം കൊണ്ട്. എന്നാൽ ഇത് പരിഷ്കരിച്ചേ പറ്റൂ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. ഇങ്ങനെ എത്ര നാൾ നമ്മൾ പോകും? പ്രശ്നം ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം തന്നെ പൊളിച്ചെഴുതണം. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, നമ്മുടെ സർക്കാർ ഉദ്യോഗസ്ഥർ അതിനകത്ത് ഒരു 15% ആളുകൾ എഫക്റ്റീവായാൽ അത്രയും മതി ഇപ്പോൾ ഉള്ള കേരളത്തിലെ ഭരണം നടക്കാൻ. ഇഫക്റ്റീവായിട്ട് ടെക്നോളജിയെ ആശ്രയിച്ച് ഇപ്പോൾ ഉള്ള 15% ഉദ്യോഗസ്ഥർ മര്യാദയ്ക്ക് പണിയെടുത്താൽ അത്രയും മതി നമ്മുടെ പൊതുഭരണം അല്ലെങ്കിൽ നമ്മുടെ സംവിധാനങ്ങളൊക്കെ എഫക്റ്റീവായിട്ട് നടക്കാൻ. ലോകത്ത് അത്രേ റേഷ്യോ ഉള്ളൂ. എന്നാൽ തീർച്ചയായിട്ടും കേരള ജനങ്ങളുടെ വലിയൊരു അഭിലാഷമാണ് സർക്കാർ ജോലി. അത് ഒത്തിരി കുടുംബങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് ഇവരെല്ലാം പിരിച്ചുവിടണമെന്ന് അല്ല ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. അത്രയും കുടുംബങ്ങൾ വൃത്തിയായിട്ട് നിൽക്കട്ടെ. അല്ല, എഫക്റ്റീവ് അല്ലെന്ന് പറഞ്ഞാൽ അത്രയും ആളുകൾ മതി സത്യത്തിൽ എഫക്റ്റീവ് പ്രൊഫഷണലായിട്ടും. നിലവിൽ പലതിലും ആവശ്യത്തിലധികം ആൾക്കാരാണല്ലോ, നമുക്കറിയാമല്ലോ. അത് അവർ പലരും ആവശ്യമില്ല സത്യത്തിൽ. പല കാര്യം, ഇപ്പം ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പോൾ നമ്മൾ ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അത് ഞാൻ കുറ്റപ്പെടുത്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും കുടുംബങ്ങളെ അത്രയും ആളുകൾക്ക് തൊഴിൽ കൊടുക്കുന്നു എന്നുള്ളത്, അവർക്ക് വീട്ടിലേക്ക് ശമ്പളം കിട്ടുന്നു, വരുമാനം ഉണ്ടാകുന്നുള്ള ഒരു ഗുണം വശമുണ്ടല്ലോ. എന്നാൽ ഒരു ഗവൺമെൻറ് മിഷനറിക്ക് ഇപ്പോൾ ഒരു പ്രൈവറ്റ് ഓർഗനൈസേഷനാണ് കേരളം ഭരിക്കുന്നതെങ്കിൽ ഇതിൻ്റെ 15% ആളുകളെ കൊണ്ട് കാര്യം നടത്തും. പിന്നെ ഞങ്ങളൊക്കെ തന്നെ ഡിസ്കസ് ചെയ്യാറുള്ളതാണ്. കാരണം നമ്മുടെ റവന്യൂവിന്റെ ഒരു വലിയ സിംഹഭാവം പോകുന്നത് പെൻഷനും ശമ്പളവും. അതെ, അത്രയേറെ എംപ്ലോയീസിനെ തിരിപ്പോറ്റേണ്ട ഒരാവശ്യമില്ല. അതാ ഞാൻ പറഞ്ഞത്. ഇപ്പോൾ കേരള ഭരണം ഇഫക്റ്റീവായിട്ട് നടത്താൻ നമ്മൾ വേറെ ഏതെങ്കിലും ഒരു പ്രൈവറ്റ് ഏജൻസിയെ ഏൽപ്പിച്ചിരുന്നെങ്കിൽ അവർ ഭംഗിയായിട്ട് ഇപ്പോൾ ഉള്ള 15% ആളുകളെ വെച്ചിട്ട് കേരള ഭരണം ഇതിനേക്കാൾ ഭംഗിയായിട്ട് നടത്തും. അല്ല, മുഖ്യമന്ത്രിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഒന്ന്, ഇതിൻ്റെ സംഘടനാബലം ഭയങ്കരമാണ്, അതിശക്തമാണ്. അറിയാമല്ലോ, സർക്കാർ ഉദ്യോഗസ്ഥരുടെ ഒക്കെ ആ സംഘടനാബലവും അത് രാഷ്ട്രീയ പാർട്ടികളിലുള്ള സ്വാധീനവും ഒക്കെ ചെറുതല്ല. അത് ഒരു പഞ്ചിങ് നടപ്പാക്കാൻ നോക്കിയിട്ട്, ഇപ്പോൾ ബയോമെട്രിക് സിസ്റ്റം കൊണ്ടുവരാൻ നോക്കിയിട്ട് ഇന്നും അവസാനത്തെ ഒരു ഉത്തരവ് ഇറങ്ങിയിട്ടുണ്ടോ അല്ലേ? ഇന്നലെ. യെസ്. അപ്പം ഞാൻ പറഞ്ഞത്, ഈ പഞ്ചിങ് എന്ന് പറഞ്ഞാൽ അതിലത്തെ ബേസിക് കാര്യമല്ലേ. അറ്റൻഡൻസ് സമയത്ത് കയറണോ എന്നല്ലേ ഈ പറഞ്ഞതിൻ്റെ അർത്ഥമുള്ളൂ. അല്ല, ഈ ഓൾ പവർഫുൾ ആയിട്ടുള്ള ഒരാൾ ഓൾ പവർഫുൾ എന്ന് നമ്മളൊക്കെ വിശ്വസിക്കുന്ന ഒരാൾ ഭരിക്കുമ്പോൾ പോലും പറ്റുന്നില്ലെങ്കിൽ പിന്നെ എപ്പോഴും ഇതൊക്കെ പറ്റുക, എങ്ങനെയാണ്? അതാണ് പ്രധാന ചോദ്യം. ഇതാണ് യഥാർത്ഥ ചോദ്യം. അതിൻ്റെ ഉത്തരം നമുക്ക് മുമ്പേ കണ്ടെത്തിയവരാണ് ഇപ്പം നാട് വിട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ മക്കൾക്ക് നമ്മളെക്കാൾ ബുദ്ധിയുണ്ടെന്നുള്ളത് ഇപ്പോൾ മനസ്സിലായില്ലേ? കഴിഞ്ഞ 2-3 കൊല്ലമായിട്ട് എത്ര ആളുകളാണ് കയറിപ്പോകുന്നത് ഓരോ വർഷവും. എനിക്ക് തോന്നുന്നു നിങ്ങളുടെ പത്രങ്ങളിൽ പോലും പരസ്യങ്ങൾ വരുന്ന ഏറ്റവും കൂടുതൽ ഈ ഓവർസീസ് എഡ്യൂക്കേഷൻ്റെ ആയിരിക്കുമല്ലോ. അതായത് ഏറ്റവും സാധ്യതയുള്ള കച്ചവടം ഇപ്പോൾ അതാണ്. അതിൻ്റെ അർത്ഥം ഏറ്റവും മനുഷ്യൻ്റെ വികാരം കത്തി നീക്കുന്നത് ഈ നാട് വിടുക എന്നുള്ള ഒറ്റ കാര്യത്തിലാണെന്ന് മനസ്സിലായില്ലേ? താങ്കൾക്ക് എന്തെങ്കിലും മൈഗ്രേറ്റ് ചെയ്യാൻ തോന്നിയിട്ടുണ്ടോ?
അതിൻ്റെ ഉത്തരം ഞാൻ പണ്ട് പലപ്പോഴും പറഞ്ഞതായതുകൊണ്ട് ഈ ഈ ഇവിടെ നിന്ന് കളിക്കുന്ന അത്ര എളുപ്പത്തിൽ പലയിടത്തും കളി നടക്കില്ല. അതുകൊണ്ട് ഇവിടേക്ക് നമ്മൾ തിരിച്ചു വരികയാണല്ലോ. ഇപ്പം ഞാനിടുന്ന ഒരു സോഷ്യൽ മീഡിയ കമൻറ്റോ അല്ലെങ്കിൽ എൻ്റെ ഒരു പ്രസംഗമോ ഇതൊക്കെ പല രാജ്യങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. ഇവിടെ മാത്രമാണല്ലോ ഇതൊരു പുതുമ. ഇല്ല, നമ്മുടെ നാട്ടിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ താങ്കൾക്ക് സാധ്യതകളും ഉള്ളപ്പോൾ എന്തുകൊണ്ട് താങ്കൾ അങ്ങനെ ഒരു അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ഇവിടെ സാധ്യതകൾ കണ്ടെത്തുന്ന ഒത്തിരി ആളുകളില്ലേ, എല്ലാവരും പോകുന്നില്ലല്ലോ. ഞാൻ എൻ്റെ സാധ്യതകളിൽ ഞാൻ അതിൻ്റെ അത് ആസ്വദിക്കുന്നുണ്ട്, അത് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. എൻ്റെ മാധ്യമങ്ങളെ ഞാൻ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അതേ പറഞ്ഞാൽ ഞാനിപ്പോൾ ഒരു സഫാരി ചാനൽ കൊണ്ടുപോയി ജർമ്മനി തുടങ്ങിയാൽ അത് കാണാൻ ആളുണ്ടാവണമെന്നില്ല. അപ്പൊ ഇവിടെ സാധ്യതകൾ ഇല്ലാത്തതാണോ അത് ഉപയോഗപ്പെടുത്താൻ കഴിവില്ലാത്തത് കൊണ്ടാണോ പോകുന്നത്? അല്ല, ഇപ്പം ഞാൻ പറഞ്ഞത് ഇപ്പം ഇതിനെ വ്യത്യസ്തമായിട്ട് കാണണം. കേരളത്തിലെ എല്ലാ മനുഷ്യരും ഒരേ കാലിബറോ ഒരേ വീക്ഷണമോ ഒരേ ലക്ഷ്യബോധമോ ഉള്ളവരല്ല. പല ലെയറിലെ ആളുകൾ, വളരെ അഗ്രസീവായ വളരെ അംബീഷ്യസായ ആളുകൾ ഒരു വശമുള്ളപ്പോൾ തന്നെ സാധാരണ കംഫർട്ടബിളായ ഒരു ജീവിതം, സുരക്ഷിതമായ ജീവിതം മാത്രം നയിച്ചാൽ മതി എന്ന് ചിന്തിക്കുന്നവരുണ്ട്. അപ്പോൾ പല റേഞ്ചിൽ ചിന്തിക്കുന്ന ആളുകൾക്ക് പലതാണ് ലക്ഷ്യസ്ഥാനങ്ങൾ. എനിക്കൊരു സോഷ്യൽ സെക്യൂരിറ്റി ഉണ്ടായാൽ മതി, എനിക്ക് സുഖമായൊരു ജീവിതം മതി, എനിക്ക് മാസം തോറും മുടക്കില്ലാത്ത ശമ്പളം മതി എന്ന് തീരുമാനിക്കുന്ന ആൾക്ക് അത് മതി. എന്നാൽ വലിയ സ്വപ്നങ്ങൾ കാണുകയും വലിയ അംബീഷ്യസ് ആകുകയും ചെയ്യുന്ന ആളുകളുണ്ട്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഈ കേരളത്തിൽ നിന്ന് ഇത്രയും ആളുകൾ ഒഴുകി പോകുമ്പോൾ ആ ഒഴുക്കൊരു സാധ്യത കണ്ട് ബിസിനസ് നടത്തുന്ന ധാരാളം പേരില്ലേ. ഈ പോകുന്നവൻ്റെ അവസരം കൂടെ എനിക്ക് കിട്ടാമെന്ന് ചിന്തിക്കുന്നവനില്ലേ. അപ്പോൾ സമൂഹത്തിൽ എല്ലാത്തരം ആളുകളുമുണ്ട്. അതിൽ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് എന്താണെന്നതിനെ ആശ്രയിച്ചിരിക്കും ഈ പറഞ്ഞ തീരുമാനം നിങ്ങൾ എടുക്കുന്നത്. ഈ ആദ്യം ചോദിച്ചതിന്റെ തുടർച്ചയാണ്, ഏതെങ്കിലും ഒരു രാജ്യത്ത് അത്രയും ഇഷ്ടപ്പെട്ടിട്ട് എനിക്ക് അങ്ങനെ അവിടെ താമസിക്കണം അങ്ങനെ എപ്പോഴെങ്കിലും ചിന്തിച്ചു? മിക്കവാറും പല രാജ്യങ്ങളിലൂടെ യാത്ര ചെയ്യുമ്പോൾ അത് തോന്നിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് തന്നെ അറിയാം, ഇപ്പോൾ നമ്മളൊരു നാടിനെ കാണുമ്പോൾ ആദ്യത്തെ ഒരാഴ്ച കൊണ്ട് നമുക്കെല്ലാം നല്ല തിളങ്ങുന്നതായിട്ടാണ് തോന്നുക. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരിക്കാം, ഭയങ്കരമായിട്ടുള്ള രുചി ആയിരിക്കാം, വലിയ സൗഹൃദമായിരിക്കാം, സ്നേഹമായിരിക്കും, ഇതൊക്കെ ശരിയാണ്. ഇപ്പം നമ്മൾ കേരളത്തിൽ നിന്ന് ചിന്തിക്കുമ്പോൾ ആ മൂന്നാറിലെ തേയിലത്തോട്ടങ്ങൾ, അതിന് നടുക്കുള്ള ആ എസ്റ്റേറ്റ് ബംഗ്ലാവുകൾ, അവിടുത്തെ ജീവിതം എത്ര രസകരമായിരിക്കും അല്ലേ. അങ്ങനെയാണെങ്കിൽ ഈ തേയിലത്തോട്ടത്തിലെ ജോലിക്കാരനായിരിക്കണ്ടേ കേരളത്തിലെ ഏറ്റവും സന്തുഷ്ടൻ. അവൻ്റെ ആഗ്രഹം എന്തായിരിക്കും എന്നറിയാമോ? കൊച്ചിയിലേക്ക് ഒരു ട്രാൻസ്ഫർ എന്നാ കിട്ടുക എന്നായിരിക്കും അല്ലേ. ഇത് തന്നെയുള്ളൂ ലോകത്തെ എല്ലാ തിളങ്ങുന്ന സ്ഥലങ്ങളുടെയും അല്ലെങ്കിൽ ഏറ്റവും മനോഹരം എന്ന് പറയുന്ന പലതിൻ്റെയും വാസ്തവം. ഈ പറഞ്ഞ സുഖവും രസവും എന്ന് തോന്നുന്ന സ്ഥലത്താണ് ഞാൻ പറഞ്ഞത്. എന്നാൽ നിങ്ങളുടെ ഒരു കരിയറും നിങ്ങളുടെ ജീവിതവും നിങ്ങളുടെ സോഷ്യൽ സെക്യൂരിറ്റിയും നിങ്ങളുടെ ആസ്വാദ്യമായ സാഹചര്യങ്ങളും ഒക്കെ തൊഴിലെടുത്ത് ജീവിക്കുന്ന ഒരു സ്ഥലം നിങ്ങൾ കണ്ടെത്തുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് അതിനേക്കാൾ ഇഷ്ടപ്പെടാം, കേരളത്തിലേക്കാൾ ഇഷ്ടപ്പെടാം. പക്ഷേ ഞാൻ അങ്ങനെ ഇനിയിപ്പോൾ ഒരു തൊഴിൽ കണ്ടുപിടിക്കാനോ അവിടെ പോയി ഒരു സംരംഭം ഇനി ആരംഭിച്ച് അവിടെ ജീവിത സന്ധാരണത്തിനുള്ള വഴി കണ്ടുപിടിക്കുകയൊക്കെ ചെയ്യാനുള്ള ഒരു പ്രായം കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നത് കൊണ്ട് ഇപ്പോൾ ഉള്ള പ്രവൃത്തികളിലും ഇപ്പോൾ എനിക്ക് കിട്ടുന്ന സമൂഹത്തിൻ്റെ പിന്തുണയിലും ഒക്കെ ഞാൻ സംതൃപ്തനാണ്. അതുകൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കാത്തത്. ഇനി അവിടെ പോയി ഇതെല്ലാം ഉണ്ടാക്കണ്ടേ ഞാൻ. ഞങ്ങൾ ഒരുപാട് യാത്രകൾ ചെയ്തു. ഈ യാത്രകൾ സന്തോഷ് ജോർജ് കുളങ്ങര എന്നുള്ള വ്യക്തിയെ എത്രമാത്രം മാറ്റിയിട്ടുണ്ട്, അല്ലെങ്കിൽ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്? ഞാൻ ഇന്ന് ഇത്രയും നേരം നിങ്ങളോട് വർത്തമാനം പറഞ്ഞ മറുപടി എല്ലാം എൻ്റെ യാത്രയിൽ നിന്ന് ഞാൻ ഉണ്ടാക്കിയ ആശയങ്ങളാണ്. അല്ലാതെ ഒരു മരങ്ങാട്ടുപുള്ളിക്കാരൻ്റെ ചിന്തയോ ആശയമോ അല്ല ഞാനീ പറഞ്ഞത്. അല്ലെങ്കിൽ യാത്രയ്ക്ക് മുമ്പുള്ള ഞാൻ പറയുന്ന മറുപടി അല്ല ഇപ്പോൾ ഈ പറഞ്ഞ മറുപടി ഒന്നും. അപ്പോൾ ആ മട്ടിൽ എൻ്റെ ജീവിതത്തെ എല്ലാം സ്വാധീനിച്ചിട്ടുണ്ടത്.